ഖുർആൻ ഓതാത്തവർ, വാപ്പ മരണപ്പെട്ടിട്ട് ഉമ്മ മരണപ്പെട്ടിട്ട് സഹോദരൻ മരണപ്പെട്ടിട്ട് മാത്രം ഓതാനുള്ളതല്ലടോ ഖുർആൻ. അവനവൻ സ്വന്തത്തിന് വേണ്ടി എത്ര ഖുർആൻ ഓതിയിട്ടുണ്ട് ചിന്തിക്കണം നമ്മൾ. 70,000 ദിക്റുകൾ ഒരു വ്യക്തി ചൊല്ലിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ അവന് ഖബറിൽ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. 70,000 ദിക്ർ മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ നിയ്യത്ത് ചെയ്ത് ഓതി അതിന്റെ തത്തുല്യമായ പ്രതിഫലം അവരിലേക്ക് കൊടുത്താൽ അവർക്കും കിട്ടും, നമുക്കും കിട്ടും. അതിനാണ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ എന്ന് പറയുന്നത്, അല്ലാഹുമ്മ ഔസിൽ വബല്ലിഗ് മിസ്ല സവാബി മാ ഖറഅനാഹു. മിസ്ല സവാബ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇതിന്റെ തത്തുല്യമായ പ്രതിഫലത്തെ നീ കൊടുക്കണേ. ആർക്ക്? ഇലാ ഹദ്റത്തി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളിലേക്ക്. പിന്നെ ആരൊക്കെ പറയുന്നുണ്ട്? അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാർ, അവരുടെ ഒക്കെ ഹദ്റത്തിലേക്ക്, മരണപ്പെട്ടവർക്കൊക്കെ. ആരൊക്കെ കേട്ടിട്ടില്ലേ ഉസ്താദ്മാർ? അതിതാണ് തത്തുല്യമായ പ്രതിഫലം. എന്തിനാ അങ്ങനെ ദുആ ചെയ്യുന്നത്? അങ്ങനെ ദുആ ചെയ്യുമ്പോൾ നമ്മൾ ചൊല്ലിയതിന്റെ പരിപൂർണമായ പ്രതിഫലം നമുക്കും ലഭിക്കും. അത് ഒരളവ് പോലും കുറയാതെ അവർക്കും കിട്ടും. അതിനാണ് തത്തുല്യമായ പ്രതിഫലം. അങ്ങനെ ചെയ്യണമെന്നാണ്. അങ്ങനെയാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. നമ്മൾ 70,000 പോയിട്ട് ഒരു 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും ചൊല്ലുന്നവരല്ല. ഇന്നത്തെ ജനറേഷനാണ് ഈ പറയുന്നത്. ഇഖ്ലാസ് വെച്ച് ചെല്ലുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്. താല്പര്യം വെച്ച് സ്വന്തമായി തീരുമാനിച്ചുറച്ച് ഒരുപക്ഷെ ഒരു സദസ്സിൽ വന്നു, അവിടെ ഇരുന്നുകൊണ്ട് ചെല്ലിപ്പോയി. അതല്ലാതെ സ്വന്തമായിട്ട് എനിക്കെന്റെ ആഖിറം രക്ഷപ്പെടണം, എനിക്കെന്റെ ഖബർ ജീവിതം നന്നാവണം, എനിക്കെന്റെ പാരത്രിക ലോകം റാഹത്താകണം, എനിക്ക് മഹ്ശറിൽ വിചാരണ നേരിടേണ്ടി വരുന്നവനാണ്, അവിടെ എനിക്ക് എളുപ്പമുണ്ടാവണം എന്ന നിയ്യത്തിൽ ചെല്ലിയവർ എത്ര പേർ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഖബർ ശിക്ഷയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കും. ഇതാഖത്തുസ് സുഗറ എന്നാണ് അതിന് പണ്ഡിതന്മാർ പേര് വെച്ചിട്ടുള്ളത്. ഇനി ഇതാഖത്തുൽ കുബറയുണ്ട്, വലിയ മോചനം, നരകീയ മോചനം. അത് ലഭിക്കണമെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് 1,00,000 ചൊല്ലി തീർക്കണം. ഇതൊക്കെ ഓരോരുത്തരും അവനവന് സ്വന്തത്തിന് വേണ്ടി ചെയ്യാൻ പറയുന്ന. ഞാൻ എനിക്ക് വേണ്ടി ചെയ്യണം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കും ചെയ്യണം. അല്ലാതെ വാപ്പായ ഉമ്മായ മരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ മാത്രമല്ല ഈ പറയുന്നത്. ഇരിക്കുന്ന ഓരോരുത്തരും നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കുറഞ്ഞത് ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞത്. സൂറത്തുൽ ഇഖ്ലാസ് എത്ര ഓതണം? നല്ല അണ്ടിപ്പരി പുസ്തകം പാട്ട് കഴിച്ചോണ്ടി അണ്ടിപ്പരി കപ്പലണ്ടി സുഖം വരും. എത്ര ഓതണം? 1,00,000 ഓതണം. 3 ഖുൽ ഹുവല്ലാഹ് ഓതാൻ പോലും സമയമില്ല. ഖത്ത് ഓതുവാണെങ്കിൽ 3 ഖുൽ ഹുവല്ലാഹ് ഓതിയേക്കും. കാരണം അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഖുർആന്റെ 1/3 സൂറത്തുൽ ഇഖ്ലാസ് എന്ന് ഹദീസുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? 3 ഖുൽ ഹുവല്ലാഹ് ഓതി ഒരു ഖത്ത് ഓതി. നമ്മളൊക്കെ എന്ത് കടമയാണ് സ്വന്തത്തോടും നമ്മുടെ കുടുംബത്തോടും നമ്മൾ ഇന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളത്. ചിന്തിക്കുന്ന സഹോദരങ്ങളെ, 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് ആരെങ്കിലും നിയ്യത്ത് വെച്ചാൽ നരകീയ മോചനം രേഖപ്പെടുത്തും. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഏറ്റെടുക്കുന്നോ? നിങ്ങളുടെ ജീവിതത്തിൽ ചൊല്ലി തീർത്താൽ മതി. ഏറ്റെടുക്കോ? ഇൻഷാ അല്ലാഹ് പറയും. ഒരനക്കമില്ല, ഞാൻ പറഞ്ഞില്ലേ. അതേ സമയത്ത് 70,000 പത്തിരി ഇറച്ചിയും നിങ്ങളുടെ വയസ്സിനിടയിൽ തിന്നു തീർക്കണം. 1,00,000 നല്ല കഷ്ണം കഴിക്കണം എന്ന് പറഞ്ഞാൽ 2 കൈ ഉയർത്തി ആടിക്കൊണ്ട് പറയും ഇൻഷാ അല്ലാഹ്. ഉറക്കെ പറയും. ഒന്നുകൂടി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് പറയുന്നത് അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ ഇൻഷാ അല്ലാഹ് ആണ് അതിന്റെ അർത്ഥം. അത് നല്ലൊരു നിശ്ചയദാർഢ്യത്തോടുകൂടി അതങ്ങ് എടുത്താൽ ഉറപ്പായിട്ട് സാധിക്കും. എന്തിനാ നമ്മൾ മടിക്കുന്നത്? ഇത് ഇന്ന് രാത്രി ഒറ്റ ദിവസം കൊണ്ട് ചെല്ലി തീർത്തിട്ട് സുബൈക്ക് പറഞ്ഞു വിടുന്ന കാര്യമല്ല ഈ പറഞ്ഞത്. നമ്മുടെ ആയുസ്സിൽ നമ്മൾ ചെയ്യേണ്ട അമലിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധോദയം നൽകുകയാണ്. ഒരു മോമിന് ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ മുൻകാലഘട്ടത്തിലുള്ള ആളുകൾ അതിന് പറഞ്ഞിരുന്നു, അമൽ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ചെയ്തിരുന്നു. ഇപ്പൊ ഇത്രയും സഹോദര സഹോദരിമാരോട് ഒരുമിച്ച് കൂടി നിങ്ങളുടെ ജീവിതത്തിൽ അമലിന് എന്തെങ്കിലും ലഭിക്കണ്ടേ? അതിനാണ് ഇത് പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയത്. അതുകൊണ്ടാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട താഊസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന മഹാന്മാർ, താബികളിൽ പ്രമുഖര അവർ രേഖപ്പെടുത്തുന്നു, അവരൊക്കെ ഇത്തരത്തിലുള്ളതാകുന്ന നന്മകളിൽ വ്യാപൃതരായിരുന്നവരാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം കൊടുത്തിരുന്നവരാണ്, സുഹൃതങ്ങൾ ചെയ്തിരുന്നവരാണ്.
അപ്പൊ മുഅ്മിനായ മനുഷ്യൻ്റെതാകുന്ന അടയാളം അവന്റെ ക്വാളിറ്റികളാണ് പറഞ്ഞത്. 4 എണ്ണം എണ്ണി പറഞ്ഞു. ഒന്ന്, അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങുന്നവനാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ആയത്തുകൾ ഓതപ്പെടുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നവനാണ്. റബ്ബിന്റെ മേൽ സർവ്വ കാര്യങ്ങളും ഭരമേൽപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനാണ്. നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവനാണ്. തീർന്നില്ല. وَمِمَّا رَزَقْنَاهُمْ يُنْفِقُونَ നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. നാമാണ് അവർക്ക് സമ്പത്ത് നൽകിയത് എന്നുള്ള ഉത്തമ ബോധത്തോടുകൂടി പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാൻ, നിരാലംബർക്ക് അവലംബമാകാൻ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാൻ തയ്യാറാകുന്നവൻ മുഅ്മിനാണ്. അത് നിങ്ങൾ എവിടെ കൊടുത്താലും, ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ പ്രവർത്തകരുടെ കൈകളിലേക്ക് സമ്പത്ത് കൊടുത്താലും, നിങ്ങളുടെ നാട്ടിലുള്ളതാകുന്ന പട്ടിണി പാവങ്ങളുടെ കണ്ണീരൊപ്പിക്കുവാൻ ഏത് രീതിയിലുള്ളതാകുന്ന സഹായങ്ങൾ നിങ്ങൾ നൽകിയാലും അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാണ്, യഥാർത്ഥ മുഅ്മിനിന്റെ അടയാളമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖാ. ഖുർആൻ പറയുകയാണ്, അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ, അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. ഈ പറഞ്ഞതാകുന്ന 5 ക്വാളിറ്റികൾ ഉള്ളവരെ യഥാർത്ഥ മുഅ്മിനായി പരിഗണിക്കുകയുള്ളൂ. അതിൽ ഒന്നാമതായി എണ്ണിയതാണ്. അതാണ് നമ്മുടെ വിഷയം. അല്ലാഹ് എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഹൃദയം പേടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവർ. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? റബ്ബ് കാണുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം. അതുകൊണ്ട് അവൻ തെറ്റിലേക്ക് പോകാതെ നിലകൊള്ളുന്നു. റബ്ബ് ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം അത് നമുക്കുണ്ടോ? ഉണ്ടോ? പേര് പറഞ്ഞാൽ മാത്രം പോരാ, ഉണ്ട് എന്നുള്ള ദൃഢനിശ്ചയമുള്ളവൻ പിന്നെ എങ്ങനെ വ്യഭിചരിക്കാൻ പോകും? വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ലല്ലോ. 2 കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്. കണ്ണുകൊണ്ട് ഹറാമ് കാണൽ കണ്ണിന്റെ വ്യഭിചാരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. 2 കൈകൾക്ക് വ്യഭിചാരമുണ്ട്. ഹറാമായ തലത്തിലേക്ക് 2 കൈകൾ കൊണ്ടുപോകലാണ് കൈകളുടെ വ്യഭിചാരം. സയ്യിദുനാ റസൂലുള്ളാഹി. ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്. ഹറാമായ കാര്യങ്ങളിലേക്ക് ചിന്തിക്കലാണ് ഹൃദയത്തിന്റെ വ്യഭിചാരം. സയ്യിദുനാ റസൂലുള്ളാഹി. 2 കാലുകൾക്ക് വ്യഭിചാരമുണ്ട്. ഹറാമായ തലത്തിലേക്ക് കാലുകൊണ്ട് നടക്കലാണ് കാലിന്റെ വ്യഭിചാരമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നാവിന് വ്യഭിചാരമുണ്ട്. ഹറാമായ സംസാരം, നിന്റെ നാവ് കൊണ്ട് അന്യ സ്ത്രീയോടോ അന്യ പുരുഷനോടോ പെങ്ങളെ നീ നടത്തിയാൽ അത് നിന്റെ നാവിന്റെ വ്യഭിചാരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കണം, നമ്മൾ എല്ലാ അവയവങ്ങൾക്കും ഉണ്ട് വ്യഭിചാരം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുദ്രികുൻ ലാ മഹാലത. ആ രീതിയിലുള്ള വ്യഭിചാരം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംഭവിക്കും, എത്തിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഹദീസ്. ഒന്നില്ലെങ്കിൽ കണ്ണുകൊണ്ട് നിങ്ങൾ മോശമായ നിലയിൽ വ്യഭിചരിക്കും. കാതുകൊണ്ട് മോശമായ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ തുനിയും. കൈകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് നിങ്ങൾ പിടിക്കാൻ തുനിയും. കാലുകൊണ്ട് ഹറാമായ തലത്തിലേക്ക് നടക്കാൻ തുനിയും. ഏറ്റവും ചുരുങ്ങിയത് ഹൃദയം കൊണ്ട് മോശമായ ചിന്തയെങ്കിലും നിങ്ങളിൽ ഉണ്ടാവും. അത് നിങ്ങൾ എത്തിക്കുക തന്നെ ചെയ്യും, നിസ്സംശയമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ നന്നാവണ്ടേ? ഇത് ഉണ്ടാവുമെന്ന് നബി തങ്ങൾ ഉറപ്പായിട്ടും പറയാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മോശമായ തലത്തിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും ഒക്കെ തിരിച്ചുവിടുന്ന ആളുകൾ എത്രയാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തിയത്, അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറബ് നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം മുഅ്മിനത്തെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവൽ അനിവാര്യമാണ്. വഇൻദഹു മഫാതീഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا
رطب ولا يابس إلا في كتاب مبين. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെതാകുന്ന അറിവിനെ കുറിച്ച് ലോകർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അദൃശ്യ ലോകങ്ങളെ കുറിച്ച് അറിവുള്ളവനാണ് അല്ലാഹു. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവാണ് അല്ലാഹു. ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണ് അല്ലാഹു. ഈ ലോകത്തിന്റെ പരിപാലകനാണ് അല്ലാഹു. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനാണ് അല്ലാഹു. കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖാണ് അല്ലാഹ്. ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നത് ആ ജഗന്നിയന്താവാണ്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ഈ മനോഹരമാകുന്ന കാരക്കുന്ന പ്രദേശത്ത് നിലകൊള്ളുന്നതാകുന്ന വൃക്ഷലതാദികളാകട്ടെ സസ്യലതാദികളാകട്ടെ അതിൽ നിന്ന് പച്ചയായതും ഉണങ്ങിയതുമാകുന്ന ഇലകൾ അതിന്റെ ഞട്ടിൽ നിന്ന് ഒടിഞ്ഞ് താഴേക്ക് വീഴുന്നതും അറിയുന്നവൻ അല്ലാഹു. ഒന്നുപോലും അല്ലാഹു അറിയാതിരിക്കുന്നില്ല. നമ്മൾ ഈ വാതിക കേൾക്കുന്ന സന്ദർഭത്തിലും എത്രയോ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നുണ്ട്. ഇളം കാറ്റുകൾ അടിച്ചു വീഴുന്നുകൊണ്ട് കൊഴിഞ്ഞു വീഴുന്നതാകുന്ന ഇലകളുടെ എണ്ണവും അറിയുന്നവൻ അല്ലാഹുവാണ്. അത് അതിന്റെ ഞട്ടിൽ നിന്ന് ഒടിഞ്ഞു വീഴുന്നത് എപ്പോഴാണ് എന്ന് വ്യക്തമായി നിജമായി അറിവുള്ളവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ്. ആ പടച്ച റബ്ബിന്റെ മുന്നിൽ മറക്കാൻ പെങ്ങളെ നിന്റെ ജീവിതം സാധ്യമല്ല. പാതിരാത്രി സമയത്ത് ഭർത്താവറിയാതെ തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവറിയാതെ രഹസ്യമായി കാമുകനുമായി ചാറ്റിംഗ് നടത്തുന്ന പെങ്ങളെ, ഭർത്താവറിയാതെ തന്റെ പരവാസ ലോകത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരനറിയാതെ തന്റെ മറ്റൊരു കാമുകനെ വിളിച്ചുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് കടത്താൻ വെമ്പല് കൊള്ളുന്ന പെങ്ങളെ, 18 കഴിഞ്ഞതാകുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, വാപ്പയറിയാതെ ഉമ്മയറിയാതെ അവർ വാതിന്റെ സമയത്ത് വാതിന് വേണ്ടി പോയപ്പോൾ എനിക്ക് തലവേദനയാണ്, എനിക്ക് കൈവേദനയാണ്, എനിക്ക് കാലുവേദനയാണ്, എനിക്ക് എക്സാം അടുത്തിരിക്കുകയാണ്, ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് വീടിന്റെ അകത്തറങ്ങളിൽ കളവ് പറഞ്ഞുകൊണ്ട് പഠിക്കാനെന്ന വ്യാജേന ഇരുന്ന പെങ്ങളെ, അവർ വാതിന് വേണ്ടി പോയ സന്ദർഭത്തിൽ മോശപ്പെട്ട കൂട്ടുകാരനുമായി ചാറ്റിംഗ് നടത്താൻ തയ്യാറായിട്ടുള്ള പെങ്ങളെ, അവനുമായി രഹസ്യമായി ഒളിച്ചോടുവാനും അവനുമായി കറങ്ങി നടക്കുവാനും വാപ്പ വാങ്ങിച്ചു തന്ന സ്കൂട്ടറുമായിട്ട് നിലകൊള്ളാൻ തയ്യാറെടുക്കുന്നതായ ചെറുപ്പക്കാരെ, പഠിച്ചു വെക്കണേ. ഈ ലോകത്തുള്ളതാകുന്ന എല്ലാ വസ്തുക്കളെ കുറിച്ചും അറിയുന്നവൻ അല്ലാഹുവാണെന്നുള്ള ഉറച്ച ബോധം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ. ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണിന്റെ സൗന്ദര്യത്തിൽ അടിമപ്പെട്ടുകൊണ്ട് അവളുമായി ചാറ്റിംഗ് നടത്താൻ ഒരുമ്പെട്ടിറങ്ങുന്നതാകുന്ന ചെറുപ്പക്കാരാ, സഹോദര, പ്രവാസ ലോകത്ത് നിലകൊള്ളുന്ന വേളയിലും നിന്നെ മാത്രം ആഗ്രഹിച്ച്, നിന്നെ മാത്രം സ്നേഹിച്ച്, നിന്നെ മാത്രം പൊരുത്തപ്പെട്ട്, നിനക്ക് മാത്രം ശരീരം പങ്കുവെച്ചുകൊണ്ട്, നിനക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് നാട്ടിൽ നിന്നെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട പെണ്ണിന് പകരം മറ്റൊരു പെണ്ണിനെ വലവിരിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ചെറുപ്പക്കാരാ, പ്രവാസിയെ, അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധം നിനക്കുണ്ടാവണേ സഹോദരാ. രഹസ്യമായി കൂട്ടുകാരുമായി പാതിരാത്രി സമയത്ത് വെള്ളമടിക്കാൻ വേണ്ടി നീ തുനിയുമ്പോൾ, കള്ളു കുടിക്കാൻ തുനിയുമ്പോൾ, രഹസ്യത്തിന്റെ കലവറകൾ ആരും അറിയില്ല എന്ന് കരുതിക്കൊണ്ട് മോശപ്പെട്ട തരത്തിൽ
നരകത്തിലേക്ക് പോയിരുന്നു കൊണ്ട് അശ്ലീലമാക്കപ്പെട്ട സിനിമാ ഗാനങ്ങൾ കേൾക്കാനും അശ്ലീലമാക്കപ്പെട്ട സിനിമകൾ കാണാനും രാത്രിയുടെ യാമങ്ങളെ തയ്യാറെടുക്കുന്ന ചെറുപ്പക്കാരാ, പെങ്ങളെ പഠിച്ചു വെക്കണേ. അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. ഇന്നല്ലാഹ യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബ് സർവ്വതും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഖുർആൻ സൂറത്തുൻ നബയിലൂടെ അല്ലാഹു പറയുകയാണ്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നീ നിസ്കരിക്കാതെ നിലകൊള്ളുന്നത്, നീ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നത്, നീ പാൻപരാഗ് ചവച്ചുകൊണ്ട് നടക്കുന്നത്, നീ മോശപ്പെട്ട ബ്ലൂഫിലിന് അടിമപ്പെട്ടുകൊണ്ട് നടക്കുന്നത്, നീ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നത്, നീ മാതാപിതാക്കളെ ഇടിക്കുന്നത്, നീ മാതാപിതാക്കളെ ശകാരിക്കുന്നത്, നീ മാതാപിതാക്കൾക്ക് അനുസരണ വർത്തിക്കാതെ മോശപ്പെട്ട രീതിയിൽ ജീവിതം നയിക്കുന്നത്, നീ നിന്റെ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാതെ മറ്റൊരു പെണ്ണുമായി കറങ്ങി നടക്കുന്നത്, നീ നിന്റെ ഭർത്താവിനെ അനുസരിക്കാതെ മോശപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് നിലകൊള്ളുന്നത്, നീ നിന്റെ നമസ്കാരം കൃത്യത വെക്കാതെ മോശപ്പെട്ട ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും കണ്ടുകൊണ്ട് നിലകൊള്ളുന്നത്, എല്ലാം അല്ലാഹു അറിയുന്നവനാണ്, അല്ലാഹു വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഉറച്ച ബോധം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അതാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെ പോയത്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു നിന്നെ സദാസമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവാണ് ഏറ്റവും വലിയ ക്യാമറ, ദ നമ്പർ 1 ക്യാമറ. ആരാണ്? അല്ലാഹയാണ്. അതുകൊണ്ടാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്ത് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹ് എന്നിൽ സാക്ഷിയാണ്, അല്ലാഹ് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവൻ എന്നിൽ സന്നിഹിതനാണ്, അവൻ എന്റെ കൂടെയുണ്ട്. അല്ലാഹു മഈ. മുഹീദ്ദീൻ റാത്തീബ് ചിലറില്ലേ? നാട് തെറ്റിപ്പോയി, വേറെ വല്ല നാട്ടിലാണോ? ഞങ്ങൾ അതെല്ലാം കഴിയുമ്പോൾ ചീരണി കഴിക്കാൻ അങ്ങനെയാണോ? അല്ല, മുഹീദ്ദീൻ റാത്തീബ് ഓതിയിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. മാഷാ അല്ലാഹ്. അതിൽ ചെല്ലിയിട്ടില്ലേ? അതിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കണക്ഷൻ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഹിജ്റ 470 ജനിച്ച് ഹിജ്റ 561 വഫാത്തായി. 91 വർഷക്കാലം ഇസ്ലാമികമാകുന്ന ദഅവത്തിൻ്റെതാകുന്ന പ്രവർത്തനം കാഴ്ചവെച്ച ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് 91 വയസ്സായിരുന്നു വഫാത്താവുമ്പോൾ. റബീഉൽ ആഖിർ 18ാമത്തെ വയസ്സിൽ ബഗ്ദാദിലേക്ക് പോയി ഇൽമു പഠിക്കാൻ. എത്ര കൊല്ലം പഠിച്ചു? 33 കൊല്ലം ഇൽമു പഠിക്കാൻ. വിജ്ഞാനത്തിന്റെ എല്ലാ ശാഖോപശാഖകളിലും ഞാൻ മുങ്ങിക്കുളിച്ചു. ഞാൻ പഠിക്കാത്തതാകുന്ന വിജ്ഞാനത്തിന്റെ ഒരു ശാഖയുമില്ലായിരുന്നു എന്ന് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു ആലിമാകണമെങ്കിൽ 10 കൊല്ലം 8 കൊല്ലം ദർസിൽ പഠിച്ചു, 2 കൊല്ലം ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ ആയിട്ട് എടുത്ത് 10 കൊല്ലം. 33 കൊല്ലം പഠിക്കാൻ പോയതാ, കളിക്കാൻ പോയതല്ല. പല ഉസ്താദുമാരെടുക്കാൻ മനസ്സിലാക്കണം, പഠിക്കാൻ തന്നെ നിൽക്കാൻ. ഇത് നമ്മൾ ഓതാൻ കൊണ്ട് കോട്ടയ്ക്കൽ വിട്ടിട്ട് വീട്ടിൽ വന്ന് പോളിമലടിക്കുമ്പോ ഇവനാ തുറക്കുന്ന ഓതാൻ കൊണ്ട് വിട്ടവനാ പുറകെ കൂടെ വന്ന് കഥ തുറക്കുക. അവനടുത്ത അതിനേക്കാൾ വലിയ ട്രെയിനിങ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഓതാലും പോക്കും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ ഒളിച്ചോടി വന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിച്ചിരിക്കുന്നു. ഓതാൻ വിട്ടിട്ട് പകുതിക്കിട്ടിട്ട് വന്ന ആളുകൾ അല്ലേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഓതാൻ വിടാത്ത ആളുകൾ വളരെ കുറവാണ് വാപ്പമാർ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ.
അള്ളാഹു മക്കളെയൊക്കെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. മക്കളെല്ലാം അള്ളാഹു സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. ആമീൻ പറയാത്ത എന്തെങ്കിലും ഉറക്കാമീൻ പറയും. അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സന്താന പരമ്പരകളെയും സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. നീ സാലിഹത്തുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളിൽ ചേർക്കണം. അതല്ലേ നമുക്ക് വേണ്ടുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. 33 കൊല്ലം ഇൽമ പഠിക്കുക. പഠിച്ചതിന് ശേഷം പിന്നീട് 40 കൊല്ലം ദർസ് നടത്തി. മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അതാണ് ജീവിതം. 91 വയസ്സിൽ വഫാത്താകുക. നമ്മൾ പഠിക്കണം അവരെ കുറിച്ച്. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അല്ലാഹ് എൻ്റെ കൂടെയുണ്ട്. അതാണ് ഉറച്ച വിശ്വാസം. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യഗണങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശിഷ്യൻ വന്നുകൊണ്ട് വലതു കാതിൽ പറഞ്ഞു, ശൈഖ് അവറുകളെ, നിങ്ങളുടേതാകുന്ന കച്ചവട ചരക്കുകൾ മുഴുവനും കയറ്റി വന്നതാകുന്ന ആ വലിയ കപ്പലില്ലേ, അത് കടലിൻ്റെതാകുന്ന നടുക്കളത്തിൽ വെച്ചുകൊണ്ട് പരിപൂർണമായി കത്തി നശിച്ച് നാമാവശേഷമായിട്ടുണ്ട്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്പനേരം മൗനം അവലംബിച്ചിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ഏതൊരു കൂട്ടുകാരനാണോ ഏതൊരു ശിഷ്യനാണോ തന്റെ അടുക്കൽ വന്നുകൊണ്ട് ഈ സങ്കടം ഉണർത്തിയത്, ആ ശിഷ്യൻ തന്നെ അല്പം കഴിഞ്ഞപ്പോൾ ഓടി വന്നുകൊണ്ട് ഇടതുകാതിന്റെ സവിധത്തിൽ വന്നിട്ട് പറഞ്ഞു, ശൈഖ് അവറുകളെ, ഒരിക്കലും നിങ്ങളുടേതാകുന്ന കച്ചവട ചരക്കുകളുമായി കടന്നു വന്ന കപ്പലല്ല, അത് മറ്റൊരാളുടെയാണ്. നിങ്ങളുടെ സാധന സാമഗ്രികൾ വഹിച്ചുകൊണ്ട് വന്നതാകുന്ന കപ്പലല്ല കത്തി നശിച്ചത്. ബഹുമാനപ്പെട്ടവർ അല്പനേരം മൗനിയായി നിലകൊണ്ടിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ക്ലാസ് കഴിയുമ്പോ ശിഷ്യഗണങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങൾ പതിവില്ലാതെ രണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞത്? ഒന്നാമത്തത് വന്നുകൊണ്ട് പറഞ്ഞത്, നിങ്ങളുടെ സാധന സാമഗ്രികൾ കത്തി നശിച്ചു എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ പറഞ്ഞത് അൽഹംദുലില്ലാഹ് എന്ന. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം മറ്റൊരാളുടെയാണ് എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ പറഞ്ഞത് അൽഹംദുലില്ലാഹ് എന്ന് തന്നെയാണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം? മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പാഠം എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാർ, കൊറോണ വന്നിട്ടും ഏതൊക്കെ തകർച്ചകൾ വന്നാലും, ഏതൊക്കെ ഒമിക്രോൺ വൈറസുകൾ കണ്ടുപിടിക്കപ്പെട്ടാലും, ഏതെല്ലാം പ്രശ്നങ്ങൾ ഈ സമൂഹത്തിന് അടിക്കടി പരീക്ഷണങ്ങളായി കടന്നു വന്നാലും, ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചിറപ്പ് ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ വലിഷ്ഠമായ ബിന്ദുക്കളെ കൊണ്ട് താലോലിക്കുന്നുണ്ടോ? മുസ്ലിമേ, നീ വിജയിച്ചവനാണ്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നാമതായി അവൻ വന്നുകൊണ്ട് പറഞ്ഞത്, നിങ്ങളുടേതാകുന്ന കച്ചവട ചരക്കുകൾ മുഴുവനും വഹിച്ചു കൊണ്ടുവന്നതാകുന്ന വലിയ ഭീകരമാകുന്ന കപ്പൽ, അതാണ് കടലിൽ വെച്ചുകൊണ്ട് കത്തി നശിച്ചത് എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എന്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്കി. എന്റെ ഹൃദയത്തിൽ എന്റെ സാധനങ്ങൾ കത്തി നശിച്ചു എന്ന് കേട്ടപ്പോൾ ഇലാഹാകുന്ന പടച്ചിറപ്പിനെ വിട്ടിട്ട്, അല്ലാഹു എന്ന ജഗന്നിയന്താവാകുന്ന പരിപാലകനാകുന്ന പടച്ചിറപ്പിനെ വിട്ട് എന്റെ ഹൃദയം ഒരൽപ്പമങ്ങാണം മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ഞാൻ എന്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്കിയപ്പോ വല്ലാഹി സുമ്മ വല്ലാഹി എന്റെ ഹൃദയം ചലിച്ചിട്ടില്ല. എന്റെ ഹൃദയത്തെ ചലിപ്പിക്കാത്തതാകുന്ന പടച്ചിറപ്പേ, നിനക്കാണ് സർവസ്തുതിയും, അൽഹംദുലില്ലാഹ് എന്ന് ഞാൻ പറഞ്ഞു. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. എന്നാൽ എന്തുകൊണ്ട് നിങ്ങളുടെ അല്ല മറ്റൊരാളുടെയാണ് സാധന സാമഗ്രികൾ വഹിച്ചു കൊണ്ടുവന്ന ആ വലിയ കപ്പല് കത്തി നശിച്ചത് എന്ന് കേട്ടപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞത് എന്തിനാണ്? മറ്റൊരാളുടെ എന്ന് കേട്ടപ്പോ നിങ്ങൾക്ക് സന്തോഷം വന്നിട്ട് പറഞ്ഞതാണോ? മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലുമല്ല. ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് അപ്പോഴും നോക്കി, എന്റേതല്ല മറ്റൊരു സഹോദരന്റെയാണ് എന്ന് കേൾക്കുമ്പോ എന്റെ ഹൃദയം എവിടെയെങ്കിലും ആനന്ദത്തിന്റെ ഒരംശം കടന്നു വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയപ്പോ എന്റെ ഹൃദയം പതറാതെ ചിതറാതെ എവിടെയാണ് മുമ്പ് നിന്നത് അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടിട്ട് എന്റെ ഹൃദയത്തെ ഈമാനികമാകുന്ന പ്രഭയിൽ പിടിച്ചു നിർത്തിയ റബ്ബേ, അൽഹംദുലില്ലാഹ്, നിനക്കാണ് സർവസ്തുതിയുമെന്നാണ് ഞാൻ പറഞ്ഞ ഹംദിന്റെ അർത്ഥമെന്ന് മുഹ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മനസ്സിലാക്കുക.
അവരാണ് പറഞ്ഞത് അല്ലാഹു മഈ, അല്ലാഹ് എന്റെ കൂടെയുണ്ട്, എന്റെ കൂടെയുണ്ട്. റാത്തീബ് ചൊല്ലിയിട്ട് ഇറങ്ങിപ്പോകുന്നതാകുന്ന മുസ്ലിം സഹോദരൻ വാതിൽക്കൽ കടക്കുന്നതാകുന്ന പള്ളിയിലെ ഉസ്താദിന്റെ തന്നെ ഖതീബിന്റെ തന്നെ ചെരിപ്പടിച്ചു കൊണ്ടുപോകുന്ന കാലഘട്ടം. അല്ലാഹു മഈ, ചെരുപ്പ് നമ്മുടെ കൂടെ ഉണ്ട്. അതാ കളി. പള്ളിയിലെ ഖതീബിന്റെ റൂമിൽ കയറിയിട്ട് മുദരിസിന്റെ റൂമിൽ കയറി വെക്കാം മൊബൈൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഇതാണ് അവസ്ഥ. എന്ത് റാത്തീബ് ഇതല്ലേ ഖൗമ്? പറഞ്ഞു കൊടുക്കണ്ടേ സമൂഹത്തിന്? പിന്നെന്ത് മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, നീ എന്ത് പഠിച്ചു ഈ കഴിഞ്ഞ റബീഉൽ ആഖിർ മാസത്തിലൂടെ? നീ എന്ത് പഠിക്കുന്നു? ഈ നിലകൊള്ളുന്നതാകുന്ന ജുമാഅത്തുൽ ഊല എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ മഹനീയമാക്കപ്പെട്ട ആണ്ടുകൊണ്ട് പവിത്രമാക്കപ്പെട്ട ഈ മാസത്തിൽ നീ എന്ത് പഠിച്ചിട്ടുണ്ട്? നിനക്ക് അവരുടെ പേരുച്ചരിക്കാൻ എന്തർഹതയാണുള്ളത്? എന്താണ്? റിഫായി ശൈഖിനെ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും വലിയ ഉന്നതിയിലേക്ക് എങ്ങനെ എത്തി? ഇത്രയും വലിയ പവിത്രമാക്കപ്പെട്ടതാകുന്ന സുൽത്താനുൽ ആരിഫീൻ ഔലിയാക്കളുടെ നേതൃപടവത്തിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തി? അദ്ദേഹം പറഞ്ഞത് തഅല്ലം അംറല്ലാഹ്. ഇങ്ങനെ എത്തണമെങ്കിൽ അള്ളാഹുവിന്റെ കാര്യം ഒന്നാമതായി വർണ്ണമായി നീ കാണണം, വലിയതായി കാണണം. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, പടച്ചറപ്പിനെ വിട്ടിട്ടൊരു കളിയില്ല. അതാദ്യം ബാങ്ക് വിളിച്ചോ, വേറൊരു പണിയില്ല. ബാങ്ക് വിളിച്ച പിന്നെ നിസ്കാരം. തഅല്ലം അംറല്ലാഹ്, അള്ളാഹുവിന്റെ കാര്യത്തെ നീ വലിയതായി കാണണം. ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളോടും നീ കൃപയും കാരുണ്യം കൊണ്ട് വർത്തിക്കണം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊക്കെ പഠിക്കണ ഈ ഉമ്മത്ത്. ഉയരണമെങ്കിൽ, ഉയർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നുള്ളവർ പഠിക്കേണ്ടതാണ്. അള്ളാഹുവിനെ വലുതായി കാണുക, അവന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്കാരം, നോമ്പ്, ഇബാദത്തുകളെ ആദ്യം ഒന്നാമതായി വലുതായി കാണണം. രണ്ടാമത് സൃഷ്ടികളോട് നീ എന്ത് ചെയ്യണം? കൃപ കാണിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഴുവൻ തിരുസുന്നത്തുകളെയും പിന്തുടരാൻ നീ പരിശ്രമിക്കണം. എല്ലാം നീ പിന്തുടരണം. ഈ 3 കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ നിനക്ക് ഉയർച്ചയുടെ പടവുകൾ താണ്ടാൻ സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, അല്ലാഹു അവരെയൊക്കെ സിയാറത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു ഈ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് കുറഞ്ഞ സമയം പറഞ്ഞത് കാരണമായി അവരുടെയൊക്കെ പൊരുത്തം അല്ലാഹു നമുക്കും നമ്മുടെ മക്കളിലും സന്താന പരമ്പരകളിലും ഇലാ യൗമുൽ ഖിയാമ അല്ലാഹു നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ റബ്ബ് ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം.